മറ്റൊരു പ്രധാന വാർത്ത കൊല്ലത്ത് നിന്നും ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയിൽ ഒരു പുതിയ ഡെവലപ്മെന്റ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കൊല്ലം കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞ വാർത്ത ഇന്നലെ പ്രേക്ഷകർ കേട്ടല്ലോ. കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇതിൽ നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ശങ്കറിനെതിരെയാണ് കേസ്. അധ്യാപികയുടെ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജറുടെ വിശദീകരണം തേടി ജയശങ്കറുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജയശങ്കർ, സന്ദീപ് ടീച്ചർ പറഞ്ഞതുപോലെ ഈ തുടർച്ചയായിട്ട് ഈ ചുരിദാറിന്റെ പേരിൽ മാനേജ്മെന്റ് ബുദ്ധിമുട്ടിക്കുന്നു. ഇതിപ്പോൾ കേസ് കൊടുത്തു ടീച്ചർ എന്നാണ് മനസ്സിലാക്കുന്നത്. പരാതി കൊടുത്തു. വിദ്യാഭ്യാസ വകുപ്പും സമാന്തരമായിട്ട് അന്വേഷണം നടത്തുകയാണ്. സംഭവം കളി കാര്യമായോ ജയശങ്കർ? ഡോക്ടർ അരുൺ, ഈ വാർത്തയിൽ എന്തായാലും കളി കാര്യമായിട്ടുണ്ട്. മാനേജ്മെന്റിനെ കൂടുതൽ കുരുക്കുന്ന നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ അധ്യാപിക സിന്ധു എസ് നായരുടെ പരാതിയിൽ കൊട്ടാരക്കര പോലീസ് കേസ് നിലവിൽ എടുത്തിരിക്കുകയാണ്. ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ശങ്കറിനെതിരെയാണ് കേസ്. ഇയാൾ അധ്യാപികയെ ചട്ടവിരുദ്ധമായി അനധികൃതമായി ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. ഇതിനാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ അധ്യാപകരുടെയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും മുമ്പിൽ വെച്ച് ഈ അധ്യാപികയുടെ മാനത്തിന് ഹാനി വരുത്തുന്ന തരത്തിൽ, മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സെക്യൂരിറ്റി ഇടപെട്ടു എന്നാണ് പോലീസിന്റെ ഫെയർ. അതായത് ഗുരുതരമായ കാര്യമാണ്. കാരണം ഈ നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിലെ പ്രഥമ അധ്യാപികയാണ് സിന്ധു എസ് നായർ. പ്രഥമ അധ്യാപികയാണ് ഇത്തരത്തിലൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞത്. അങ്ങനെ വെറുതെ തടയില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് ഇന്നലെ മുതൽ വലിയ തോതിൽ ഉയർന്നത്. എന്തായാലും സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സിന്ധു എസ് നായർ നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ അധ്യാപികയുടെ മൊഴി ഉൾപ്പെടെ ഇന്നലെ രാത്രി പോലീസ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപിക ഈ സ്കൂളിൽ അപമാനിക്കപ്പെട്ടു എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അധ്യാപികയുടെ തന്നെ പരാതിയിലും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അധ്യാപികയുടെ വിശദമായ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തും. സ്കൂൾ മാനേജറോട് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട്. കൊട്ടാരക്കര DO കഴിഞ്ഞ ദിവസമാണ് ഈ മാനേജറോട് വിശദീകരണം തേടിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും റിപ്പോർട്ടർ വാർത്തയിൽ വലിയ നടപടികൾ ഉണ്ടാകുന്നു. ഒരു അധ്യാപികയ്ക്ക് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൽ നിയമ സംവിധാനം അവർക്കൊപ്പം നിൽക്കുന്നു. കൂടുതൽ നടപടി ഈ വിഷയത്തിൽ എന്തായാലും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിഷയത്തിൽ കർശന നടപടി വേണമെന്ന നിർദ്ദേശം നൽകിയും വിവരമുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നു, വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നു. അധ്യാപികയ്ക്ക് സ്വതന്ത്രമായി ആ സ്കൂളിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച ജോലി ചെയ്യാനുള്ള സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ജയശങ്കർ പുറത്തുകൊണ്ടുവന്ന വാർത്തയിൽ. റിപ്പോർട്ടർ ഇമ്പാക്ട്